ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നൊക്കെ പറയുന്ന കണക്ക് നമ്മൾ വലിയൊരു ആക്രമണമാണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒനീലിനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഒനീൽ ഒരു വല്ലാത്തൊരു ക്രിമിനൽ മൈൻഡാണ് കേട്ടോ. ആ റെന ഫാത്തിമ ഇനി എന്തൊക്കെ പറഞ്ഞോട്ടെ, ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് മത്സരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മുന്നേ ഉള്ള പകയായിക്കോട്ടെ, എന്ത് കുന്തം ആയിക്കോട്ടെ, പക്ഷേ ഒന്നുമില്ലെങ്കിലും റെനയുടെ ആ ഒരു ഫിസിക്കലി ഉള്ള ആ ഒരു ലുക്കിനെങ്കിലും നമ്മളൊന്ന് മാനിക്കണം. അതിനെ എടുത്തിട്ട് കുത്തി മറിച്ച് ഒരു വല്ലാത്ത അവസ്ഥയാക്കി. പിന്നെ ഈ ഗെയിം കുറച്ച് പ്ലാൻ ചെയ്ത് കളിച്ചത് കൊണ്ട്, അതായത് ഇവരുടെ ഗെയിം എന്ന് പറയുന്നത് ആ കൊടി എടുത്ത് മഡിൽ വെക്കുക. പക്ഷെ മഡിൽ വെക്കുമ്പോൾ ഓപ്പോസിറ്റ് ടീമിന് എല്ലാം പിടിച്ചൊടിച്ച് കളയാനുള്ളൊരു അവസരമുണ്ട്. അതാണ് ഗെയിം. പക്ഷെ അതുകൊണ്ട് തന്നെ ജിസേലിന്റെ ടീമിലുള്ള അവരുടെ ഒരു ടീമിന്റെ തീരുമാനം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ കൊടിയെല്ലാം എടുത്ത് മഡിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് അവസാനം മാത്രം കൊടി നാട്ടിയാൽ മതി എന്നാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ജിസേൽ ഈ കൊടിയെല്ലാം കൂടെ ഒളിപ്പിച്ച് ജിസേൽ ആദ്യം കയറി ആ മണ്ണിൽ കമന്നങ്ങ് കിടന്നു. ജിസേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിന്നിയും രേണു സുധിയും ഇവരെല്ലാവരും കൂടെ ജിസേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അവസാനം ശരിക്കും പറഞ്ഞാൽ ജിസേലിന് ശ്വാസം കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം ജിസേലിനെ അവിടെ കാണാൻ പോലും പറ്റത്തില്ല. ജിസേലിന്റെ മുകളിലായിട്ട് ആര്യൻ, അതുപോലെ ഈ ഒനീല്, എല്ലാവരും മറ്റേ നമ്മുടെ ഷാനവാസ്, അക്ബർ, ഈ തടിമാടന്മാരെല്ലാരും കൂടെ വന്നിട്ട്, എന്നിട്ട് അപ്പാനിയാണെങ്കിൽ വന്നിട്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ കുറേ അവിടെ സംസാരങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം. പിന്നെ ഞാൻ എടുത്തു പറഞ്ഞ കുറച്ച് വ്യക്തികളുണ്ട്. ഒനീൽ റെന ഫാത്തിമയെ വല്ലാണ്ട് ആക്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച, ഏറ്റവും നല്ല ഒരു മനുഷ്യത്വത്തോടെ കളിച്ച ഒരേ ഒരു വ്യക്തിയെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കുറച്ച് ഫണ്ണായിട്ട് കളിച്ചത് ആരാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒനീൽ റെനയോട് ആ ഒരു ടാസ്കിനകത്ത് കാണിച്ചത് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റില്ല. പിന്നെ അക്ബറും ഷാനവാസും തമ്മിൽ നല്ലൊരു ഫൈറ്റ് അവിടെ നടന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെ ഉള്ളിലുള്ളൊരു മൃഗമുണ്ട്. നമ്മൾ പുറമേ മനുഷ്യർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന എവല്യൂഷണറി, നമുക്ക് ഇങ്ങനെ ഒരു പരിണാമം സംഭവിച്ചു വരുന്നതിന് മുമ്പേ അങ്ങേയറ്റം ക്രൂവലായിട്ട് ചിന്തിച്ചിരുന്ന ഓരോ ഹ്യൂമൻസും ഉണ്ട്. അതാണ് ആ പരിണാമത്തിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. പക്ഷേ ഒരു സമയം കിട്ടിയപ്പോഴത്തേക്കും അക്ബറും ഷാനവാസും കൂടെ കടിച്ചു കീറാൻ നിൽക്കുകയാണ്. അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഇവിടെ ഫൈറ്റ് ചെയ്യരുത്, വ്യക്തിവൈരാഗ്യം തീർക്കരുത് എന്ന്. അത് കേട്ടോടനെ അവിടെ പലർക്കും മനസ്സിലാകുന്നുണ്ട് ഇതിനകത്ത് അടി നടക്കുന്നുണ്ട് എന്ന്. ഇനി വേറൊരു വ്യക്തിയെ എടുത്തു പറയണം, നമ്മുടെ നെവിനും അനുമോളും. നെവിൻ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. കൂടെ കൊടിയെടുത്ത് കുത്തും, ലവ്മാരെ ആരെങ്കിലും കാണുമ്പോൾ ഒളിപ്പിച്ചു വെച്ചേക്കും. അങ്ങനെ നെവിൻ അധികം ആരും ഉപദ്രവിച്ചിട്ടില്ല. അനുമോളും ഭയങ്കര കോമഡി ആയിരുന്നു. പക്ഷെ അനുമോളുടെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ അതൊരു ട്രോളാക്കിയൊക്കെ എടുക്കാൻ കൊള്ളാം. അനുമോൾ അങ്ങോട്ട് ഇരുന്നിട്ട് നല്ല ധൈര്യത്തോടെ ആ ഒരു ശബ്ദം വെച്ച് ഒനീലിനെയൊക്കെ വിറപ്പിച്ച്, അതാണ് ആ റെന ഫാത്തിമയൊക്കെ കഷ്ടം പെട്ടുപോയി. പക്ഷെ ഒനീല് അനുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പം എന്റെ ദേഹത്ത് തൊട്ടണ്ടല്ല അന്നും പറഞ്ഞിട്ട് കട്ട കലിപ്പ്, ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് ആ ഒരു ഫുൾ എനർജി അതിനകത്തുണ്ടായിരുന്നു. പിന്നെ അനുമോളുടെ ഒരു കോമഡി എന്ന് പറയുന്നത്, അനുമോൾ ഈ പറഞ്ഞ മൂർച്ചയാണ്, ഈ കൊടിയുടെ താഴത്തെ തുമ്പിന് നല്ല മൂർച്ചയുണ്ട്. ഇതെല്ലാം എടുത്ത് ഒരു മനുഷ്യന്റെ അത്യാവശ്യ സ്ഥലത്തോട്ടാണ് കുത്തിക്കയറ്റി വെച്ചത് കേട്ടോ. ഒന്ന് കുനിഞ്ഞാ എങ്ങോട്ടെങ്കിലും കൊണ്ട് കയറും. അമ്മാതിരി കോമഡിയാണ് അനുമോൾ അവിടെ കാണിച്ചത്. കുറേ നേരത്തേക്ക് ഈ ടാസ്കിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഈ ടാസ്ക് ഒന്നുകിൽ അങ്ങ് നിർത്ത് എന്ന് നമുക്ക് തോന്നിപ്പോകും. വേണ്ട, ഇങ്ങനൊരു ടാസ്ക് വേണ്ട. കാരണം ഇവരിത് ഉപയോഗിക്കുന്നത് ടാസ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, ഒരു കിട്ടിയ അവസരം രണ്ടെണ്ണത്തിന് അങ്ങ് കൊടുക്കാനാണ്. എനിക്ക് ഒനീലിന്റെ പെരുമാറ്റത്തിൽ അങ്ങനെ തോന്നി. റെനെ എടുത്തിട്ട് അടിക്കാൻ ശ്രമിച്ച കണക്ക്. പിന്നെ ആര്യനൊക്കെ ആണെങ്കിൽ പിടിവിടില്ല കേട്ടോ. ആര്യനാണെങ്കിൽ ബിന്നിയെടുത്തൊക്കെ കുറച്ച് അടിയൊക്കെ ബിന്നിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ മറ്റേ നൂറയ്ക്ക് നന്നായിട്ട് അറ്റാക്ക് കിട്ടുന്നുണ്ട്. നൂറയ്ക്ക് കിട്ടുന്നത് അത് ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നൂറയ്ക്ക് കുറച്ചധികം, അത് ആര് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പോയവരും വന്നവരും കമന്ന് കിടന്നതും എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ മുകളിലായിട്ട് ഓരോരുത്തർ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിലും കമന്ന് കിടന്ന ശ്വാസം കിട്ടത്തില്ല. പിന്നെ അടുത്ത ഒരു വ്യക്തി എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ അനീഷാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരേ ഒരു വ്യക്തിയാണ് ഇതിനകത്ത് ക്വാളിറ്റിയോടെ കളിച്ചു എന്ന് എനിക്ക് തോന്നിയത്. അത് അനീഷ് മാത്രമാണ്. അനീഷ് ഏത് ടീം ആയിക്കോട്ടെ, ഒരു ടീമിനെയും അനീഷ് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അനീഷിന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് വിളിച്ചത് ഒരു സംഭവം ഉണ്ടായി. ആദില ഈ പറഞ്ഞ കൊടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദിലയും അനീഷും അക്ബറും ഒരു ടീമാണ്. അപ്പൊ ആദിലയുടെ കയ്യിൽ നിന്ന് കൊടി തട്ടിപ്പറിക്കാനായിട്ട് ഒനീല് വരുമ്പോൾ അനീഷ് ആദിലയെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു മീഡിയം ഒരു പരുവത്തിന് ആദിലയുടെ മുകളിലായിട്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിനി എന്താകും, അവരുടെ ടോക്കിനി എന്താകും എന്നറിയില്ല.
അനീഷിനെ അങ്ങനെ നിർത്തിയത് തന്നെ ആദില ആയിരുന്നു. ഒരു കുറേ സമയത്തേക്ക് അങ്ങനെ വന്നപ്പോഴത്തേക്കും അനീഷ് അനീഷ് എന്ന് ബിഗ് ബോസ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി അനീഷ് എണീറ്റ് മാറുന്നു, പക്ഷെ മാറിയതൊന്നുമില്ല. പിന്നെ അക്ബർ വന്നിട്ട് ഇതാരാന്ന് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനീഷ് പറയുന്നുണ്ട് ഇത് ആദിൽ നമ്മുടെ ടീമാ. അനീഷ് ആ ഒരു തരത്തിൽ ആ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് അവിടെ നിന്നു. ആ സമയത്ത് ഒനീൽ വന്നിട്ട് മാക്സിമം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫൈറ്റ് ചെയ്ത് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ആദ്യത്തെ ഒരു പകുതി എത്തിയപ്പോൾ തന്നെ ബിഗ് ബോസിന് മനസ്സിലായി ഈ ഗെയിം നല്ല പടി പോകത്തില്ല. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. പിന്നെ ഒരു കോമഡി എന്ന് വെച്ചാലേ മൈക്ക് ഇടണോ എന്ന് അനീഷ് ആദ്യമേ ചോദിച്ചു. ബിഗ് ബോസെ മൈക്ക് ഇത് വേണോ, ഈ ഗെയിം കളിക്കുമ്പോൾ മൈക്ക് വേണോ, ചീത്തയാവും എന്ന്. ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും നിർബന്ധമായും മൈക്ക് ധരിക്കണം എന്ന്. അപ്പോഴും അനീഷ് പറഞ്ഞ് ആഹാ നിർബന്ധമായിട്ടും മൈക്ക് ധരിക്കണം എന്ന് അനീഷ് ഒന്ന് ഫണ്ണാക്കി. അവസാനം ബിഗ് ബോസ് തൊഴുതിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ആ മൈക്ക് ഒന്ന് ഊരി വെക്കണം, നിങ്ങൾ സൂക്ഷിക്കുക, മൈക്കും കൂടി നിങ്ങൾ സൂക്ഷിക്കുക എന്ന അവസാനം കെഞ്ചണ്ട അവസ്ഥ വന്നു. ഇനി ബിഗ് ബോസ് ബസർ അമർത്തി 5 മിനിറ്റത്തേക്ക് ഗെയിം സ്റ്റോപ്പ് ചെയ്തു. ആ ഗെയിം സ്റ്റോപ്പ് ചെയ്തിട്ട് പോലും ഒരാളും, ഈവൻ അനുമോള് രേണു സുധിയൊക്കെയാണ് പിന്നോട്ട് മാറിയത്. ബാക്കി ഒരാളും ഇത് അനുസരിക്കാൻ കൂടി കൂട്ടാക്കിയിട്ടില്ല. ഒനീലൊക്കെ ആണെങ്കിൽ അന്നേരവും ഒരു ഗുണ്ടയെ പോലെ നിൽക്കുകയാണ്. ശരിക്കും ഗുണ്ട എന്ന് വിളിക്കേണ്ട ആ ഒരു ലുക്കിലാണ് ഒനീൽ നിന്നത്, അതും അനീഷിന്റെ അടുത്ത്. പിന്നെ അനീഷിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വ്യക്തി വന്നു. ഇപ്പൊ ഷാനവാസിന്റെ ഗെയിം എന്ന് പറയുന്നത് ഡേ ബൈ ഡേ എനിക്ക് നെഗറ്റീവാണ് വരുന്നത്. ഷാനവാസ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികളായിക്കോട്ടെ, ഷാനവാസ് ഇങ്ങനെ ഒരാളെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ മറ്റുള്ളവരെല്ലാവരും തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിന് കഴിയുന്നുണ്ട് എന്നുള്ളത് തുടക്കം തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. ബിൻസിയൊക്കെ പോകുന്നതിന് മുമ്പ് ഷാനവാസിനോട് നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ളതും ഇതേപോലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഷാനവാസ് അനീഷിന്റെ മുതുകത്ത് ആ ഒരു ടീഷർട്ടിനകത്ത് പിടിച്ച് വലിച്ച് തള്ളിയിടാൻ നോക്കുന്ന ഒരു സീൻ കൂടിയുണ്ട്. പിന്നെ അതുപോലെ അനീഷിനെ തള്ളിയിടാൻ ഒനീലാണെങ്കിൽ ആ ജിസയിൽ കിടക്കുന്നതിന്റെ മുകളിൽ ഒരു 10 പേര് കിടപ്പുണ്ട്. അതിന്റെ അകത്തോട്ട് ബിഗ് ബോസ് കളി നിർത്തി വെച്ചിട്ട് വീണ്ടും ഒനീൽ പോകുന്നു. അപ്പം അനീഷ് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒനീലേ വേണ്ട, ഒനീലേ ഈ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് അനീഷ് എഗെയിൻ, അതാ ഞാൻ പറഞ്ഞത്, ഗെയിം ഒന്നും നോക്കുന്നില്ല. അനീഷ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സേഫ്റ്റി നോക്കി എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. എല്ലാവരുടെ കാര്യം നമുക്ക് ഇക്കൂട്ടത്തിൽ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ലൈവ് കാണുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ പിന്നെയും ബാക്ക് അടിച്ച് അവിടെ എന്താ സംഭവിച്ചത് ഇതൊക്കെ നമ്മൾ നോക്കും. പക്ഷെ ഇതിനകത്ത് ക്ലിയർ കട്ടായിട്ട് രേണു സുധി പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കുറച്ച് മാറി നിന്നു. അനീഷ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പക്ഷെ പക്ക 100% നല്ലൊരു ഗെയിമറായിട്ടാണ് അനീഷ് നിന്നത്. പിന്നെ ഈ ഗെയിം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ ആദില ആ അനീഷിന്റെ ആ ഒരു താഴെയായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അവിടുന്ന് ആദില ഇറങ്ങി പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ആ ഷാരിക KB ആ നേരെ പോയിട്ട് ആദിലയുടെ അടി ഉണ്ടാക്കാൻ പോകുന്നു. അവർ തമ്മില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കാലും വെച്ച് അങ്ങ് അടിയാണെന്ന് തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫിസിക്കൽ ടാസ്ക് എന്നല്ല പറയേണ്ടത്, ഒരുമാതിരി ഗുസ്തി മത്സരം അങ്ങാണ്ടാണ് നടന്നത്. എന്തായാലും ആര് ജയിച്ചു ഈ ഒരു ഗെയിം, സത്യം പറഞ്ഞാൽ ജയവും തോൽവി ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ഗതികെട്ട അവസാനം ബസർ ആവർത്തിച്ച് ബസർ അടിച്ചടിച്ച് ഈ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്നിട്ട് ആര്യന്റെ അടുത്ത് കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ആര്യം പോകുന്നില്ല, ആര്യൻ അവിടെ നിന്ന് വരവിക്കൊണ്ട് നിൽക്കുകയാണ്. അവസാനം ദേഷ്യപ്പെട്ട് ബിഗ് ബോസ് പറഞ്ഞു ആര്യൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ, നിങ്ങളടുത്ത് കൺഫെഷൻ റൂമിലോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് എടുത്തു പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും ലിവിങ് ഏരിയയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അത്രയ്ക്കും ഭയങ്കര ഷോക്കിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയും ഒക്കെ തന്നെയാണ്. നൂറ കുറച്ചധികം വല്ലാത്തൊരവസ്ഥയിലാണ്, എന്നായി എന്നുള്ളത് അറിയില്ല. അതേസമയം ആര്യനോട് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെ ചെന്നിട്ട് ആർക്കെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നൊക്കെ അറിയുക. എന്തായാലും ചോരയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പേർക്ക് ചോരയൊക്കെ വന്നിട്ടുണ്ട്. ഈവൻ ശ്വാസമൊക്കെ കിട്ടാതെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഈ ഒരു ടാസ്ക് ഇത് വല്ലാത്ത ടാസ്ക് ആയിപ്പോയി. ഈവൻ മുമ്പുള്ള സീസണിലൊക്കെ ഇത്രയും ഫിസിക്കൽ ടാസ്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്കെന്തോ ഇത് കണ്ടിട്ട് മറ്റതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതാണ് കുറച്ച് ഹൈ എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ ടാസ്ക് ഇതിൻ്റെ ഇത്രയൊന്നും ഇമ്പാക്റ്റ് നമുക്ക് മറ്റേ TV-യിൽ മീൻസ് എപ്പിസോഡിൽ വരാൻ ചാൻസ് കുറവാണ്. ഏതായാലും ലൈവിൽ കാണുന്നവർക്ക് മനസ്സിലാകും ഇതൊരു വല്ലാത്ത ടാസ്ക്കാണ്. നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.